അപ്പോൾ നമ്മൾ ഗ്രാഫ് ട്രാവേഴ്സൽസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ട് ടൈപ്പിലുള്ള അൽഗോരിതംസ് ആണ് നമുക്ക് ഗ്രാഫ് ട്രാവേഴ്സലിന് പഠിക്കാനുള്ളത്. ഒന്ന് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് DFS, രണ്ടാമത്തത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് DFS അൽഗോരിതം. ഓക്കെ, അതിൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് നമ്മൾ പറഞ്ഞാണ് ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു എക്സാമ്പിൾ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് നോഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള നോഡ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. ഒന്നാമത്തെ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടിംഗ് നോഡിനെ നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് ഞാനിവിടെ സർക്കിൾ ചെയ്യുന്നത് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വിസിറ്റ് ചെയ്യുന്ന എന്നുള്ള ടാസ്ക്കാണ് ഞാൻ ഓരോ നോഡിനെയും സർക്കിൾ ചെയ്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ സ്റ്റാർട്ടിംഗ് നോഡ് 1 എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 1നെ വിസിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ചെയ്യേണ്ടത് 1നെ നമ്മുടെ ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യൂയിലോട്ട് എൻ്റർ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ഓക്കെ, ക്യൂ ആണ്. ക്യൂവിൽ 2 ഓപ്പറേഷൻസ് ആണുള്ളത്, NQ ഓപ്പറേഷനും DQ ഓപ്പറേഷനും. നമ്മൾ ക്യൂവിലോട്ട് റിയർ എൻഡ് വഴി NQ ചെയ്യുന്നു, അപ്പോഴാണ് ക്യൂവിൽ വാല്യൂ ഇൻസേർട്ട് ആവുന്നത്. ദെൻ നമ്മൾ ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്തിട്ട് 2 പോയിന്ററാണ് ക്യൂ ഇംപ്ലിമെൻറ്റേഷൻ ഉള്ളത്, റിയർ ആൻഡ് ഫ്രണ്ട് പോയിന്റേഴ്സ്. റിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യും, NQ ഓപ്പറേഷൻ ചെയ്യും. ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് DQ ചെയ്യാൻ പറ്റും. ക്യൂവിലുള്ള വാല്യൂവിനെ നമുക്ക് ക്യൂയുടെ ഫ്രണ്ടിൽ വരുന്ന വാല്യൂവിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ നെക്സ്റ്റ് ഇപ്പോഴും NQ ചെയ്തപ്പോഴാണ് 1 ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഫ്രണ്ട് പോയിന്റർ യൂസ് ചെയ്തിട്ട് DQ ചെയ്യുന്നു, വാല്യൂവിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു, പ്രിന്റ് ചെയ്ത് കാണിക്കണം. DQ ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഇനി അടുത്തത് BFS ട്രാവേഴ്സലിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു നോഡിനെ നമ്മൾ DQ ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ നെക്സ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ ഒരു നോഡിൻ്റെ ഗ്രാഫിനകത്ത് ആ ഒരു നോഡിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നുള്ള എല്ലാ നോഡിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ 1നെയാണ് നമ്മൾ NQ ചെയ്ത് ഇപ്പോൾ DQ ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിച്ചത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്ജസൻ്റ് നോഡ്സിനെ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അഡ്ജസൻ്റ് നോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ DQ ചെയ്ത് പ്രിന്റ് ചെയ്ത നോഡിൽ നിന്ന് ഡയറക്റ്റ് എഡ്ജസ് ഉള്ള ഏതൊക്കെ നോഡാണോ നമ്മുടെ ഗ്രാഫിൽ ഇനിയുള്ളത് അവരൊക്കെ ആയിരിക്കും നമ്മുടെ നോഡിൻ്റെ അഡ്ജസൻ്റ് നോഡ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 നോഡാണുള്ളത്, 10ഉം 8ഉം. ഈ 10നെയും 8നും ഓൾറെഡി നമ്മൾ സർക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു സർക്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വിസിറ്റ് ചെയ്യുന്നു, ഒരു നോഡിനെ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സിനെയാണ് സർക്കിൾ ചെയ്തിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഓൾറെഡി നമ്മുടെ 1 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത നോഡിന് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന 2 നോഡുകളാണ് നമ്മുടെ ഗ്രാഫിലുള്ളത്, 10ഉം 8ഉം. 10ഉം 8നെയും ഇവിടെ സർക്കിൾ ചെയ്ത് കാണിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് വിസിറ്റഡ് യെറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ഒന്നുകിൽ 10 ആദ്യം, അല്ലെങ്കിൽ 8 പിന്നെ, അല്ലെങ്കിൽ 8 ആദ്യം 10 പിന്നെ, ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. സോ അതിനാദ്യം വിസിറ്റ് ചെയ്യുന്നു. വിസിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ സർക്കിൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യണം? 2നെയും 1 ആഫ്റ്റർ അനദർ നമ്മുടെ ക്യൂയിലോട്ട് NQ ചെയ്യണം. NQ ചെയ്യാൻ നമ്മൾ ഏത് പോയിന്ററാണ് യൂസ് ചെയ്യുന്നത്? റിയറിനെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലൊക്കേഷനിൽ അഡ്ജസൻ്റ് നോഡ് വാല്യൂ ആയ 10നെ NQ ചെയ്യുന്നു. നെക്സ്റ്റ് വീണ്ടും റിയർ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, 8നെ NQ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പ്രിന്റ് ചെയ്ത നോഡ് 1ന് വേറെ അഡ്ജസൻ്റ് നോഡൊന്നും ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ ഇല്ല. അപ്പോൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള, ഇപ്പോഴാരാണോ ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ളത്? ഇപ്പോൾ നമ്മുടെ ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ളത് 10 ആണ്. ഓക്കെ, ആദ്യം ക്യൂവിൽ ഇൻസേർട്ട് ചെയ്ത ആളാരാണ്? 10 ആണ്. സോ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ ആരായിരിക്കും? 10 ആയിരിക്കും. സോ 10നെ അടുത്തത് DQ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ക്യൂയുടെ ഫ്രണ്ടിൽ ആരാണോ ഉള്ളത് അതിനെ DQ ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ടാസ്ക്, ഇപ്പോൾ ഏത് നോഡ് വാല്യൂ ആണോ ക്യൂയുടെ ഫ്രണ്ടിൽ നിന്ന് DQ ചെയ്ത് പ്രിന്റ് ചെയ്തത് ആ നോഡിൻ്റെ അഡ്ജസൻ്റ് നോഡ്സിനെയൊക്കെ ഗ്രാഫിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം.
ഇപ്പം നമ്മുടെ ഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ 10-ന് 2 അഡ്ജസൻറ്റ് നോഡുകളുണ്ട്. ഒന്ന് ഈ 1 ഉണ്ട്, 9 ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? 1 ഓൾറെഡി സർക്കിൾഡ് ആണ്, 9 അൺസർക്കിൾഡ് ആയിട്ടാണുള്ളത്. ഈ സർക്കിളിങ് എന്തായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്? നോഡിനെ വിസിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ സർക്കിൾ കൊടുത്ത് മാർക്ക് ചെയ്തത്. സോ ഇതിൻ്റെ മീനിങ് എന്താണ്? 1 ഓൾറെഡി വിസിറ്റഡ് ആണ്. 10-ൻ്റെ അഡ്ജസൻറ്റ് നോഡ് ഇവിടെ കണ്ടില്ലേ, ഡയറക്റ്റ് എഡ്ജ് ഉണ്ട്. സോ 1 ഈസ് എൻ അഡ്ജസൻറ്റ് നോഡ് ഓഫ് 10, 9 ഈസ് another adjacent node of 10. 1 വിസിറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഈ സർക്കിൾ ഇവിടെ ഓൾറെഡി ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ 1-നെ ക്യൂവിൽ ഇൻസേർട്ട് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും അതിനെ ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇനി നമുക്ക് അൺസർക്കിൾഡ് ആയിട്ട് ഇരിക്കുന്നത് 9 എന്ന് പറഞ്ഞ അഡ്ജസൻറ്റ് വെർട്ടെക്സ് മാത്രമാണ്. സോ 9-നെ നമ്മൾ വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിനെയാണ് സർക്കിൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അടുത്ത് എന്തായിരുന്നു ചെയ്യേണ്ടത്? വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ റിയർ എൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ക്യൂവിലോട്ട് എൻക്യൂ ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ക്യൂയുടെ ഫ്രണ്ടിൽ ആരാണ്? ക്യൂവിൽ ആദ്യം ആരായിരുന്നു വന്നത്? റീസെൻ്റ്ലി നമ്മൾ എൻക്യൂ ചെയ്തിരിക്കുന്നത് 9 ആണ്. അതിന് തൊട്ട് മുന്നേ 9-ൻ്റെ ഫ്രണ്ടിലായിട്ട് 8 ഉണ്ട്. സോ ഫ്രണ്ട് പോയിന്റർ ഓഫ് ക്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 8-നെ DQ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, അടുത്ത ടാസ്ക് എന്താണ്? ഇപ്പം റീസെൻ്റ്ലി നമ്മൾ DQ ചെയ്തത് 8 ആണ്. സോ 8-ൻ്റെ അഡ്ജസൻറ്റ് നോഡ്സ് ഫ്രം ഗ്രാഫ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 8-ന് അഡ്ജസൻറ്റ് എഡ്ജസ് വന്നിരിക്കുന്നത് 1-ലേക്ക് ഡയറക്റ്റ് എഡ്ജ് ഉണ്ട്, 12-ലേക്ക് ഡയറക്റ്റ് എഡ്ജ് ഉണ്ട്. സോ ഡിഫറൻസ് എന്താണ്? 1 ഓൾറെഡി വിസിറ്റഡ് ആണ്, നമുക്കിവിടെ സർക്കിൾ കാണാം. 12-നെ നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മുടെ ഫോക്കസ് എപ്പോഴും അൺവിസിറ്റഡ് നോഡാണ്. സോ 12 വിസിറ്റഡ് അല്ല. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വിസിറ്റഡ് അല്ലാത്ത അഡ്ജസൻറ്റ് നോഡിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ വിസിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ എൻക്യൂ ചെയ്യണം. റിയർ പോയിന്റർ ഇൻക്രിമെൻറ്റ് ചെയ്ത് എൻക്യൂ ചെയ്യുന്നു. അടുത്ത ടാസ്ക്, നമ്മുടെ ക്യൂവിൽ ഇപ്പോഴാരാണോ ഫ്രണ്ടിലുള്ളത്, 12-ൻ്റെ ഫ്രണ്ടിൽ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത് വെച്ച ഒരാൾ ഇവിടെ ഉണ്ട്, 9. സോ അതിനെ DQ ചെയ്യുന്നു. സോ DQ ചെയ്തിരിക്കുന്ന 9. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. 9-നെ നമ്മൾ DQ ചെയ്തു. 9-ൻ്റെ അഡ്ജസൻറ്റ് നോഡ്സ് ആരൊക്കെയാണ് ഗ്രാഫിൽ? 0 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. 3 അഡ്ജസൻറ്റ് നോഡ്സ് ആണ് 9-ന് വന്നിരിക്കുന്നത്. അതിൽ 8-ഉം 10-ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ അതിന് ക്യൂവിൽ എൻക്യൂ ചെയ്ത് ഓൾറെഡി അത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണ്. അതാണ് വിസിറ്റഡ് എന്ന് പറയുമ്പോഴും ഉദ്ദേശിക്കുന്നത്. ഇനി ആരാണ് നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള അഡ്ജസൻറ്റ് നോഡ് ഓഫ് 9? 0 മാത്രമാണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 0-നെ വിസിറ്റ് ചെയ്യുന്നു, എന്നിട്ട് എൻക്യൂ ചെയ്യുന്നു. എങ്ങനെയാണ് എൻക്യൂ ചെയ്യുക? ക്യൂവിലുള്ള റിയർ പോയിന്ററിനെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എൻക്യൂ ചെയ്യുന്നു. ഇപ്പോഴാരാണ് ക്യൂവിൽ ഫ്രണ്ടിലിരിക്കുന്നത്? 0 വരുന്നതിന് മുന്നേ 12 ഇവിടെ ഉണ്ടായിരുന്നു. സോ 12 ആണ് ക്യൂയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. സോ ഫ്രണ്ട് എൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്ത് 12-നെ DQ ചെയ്യുന്നു, എന്നിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ഇപ്പോഴാരാണ് റീസെൻ്റ്ലി നമ്മൾ DQ ചെയ്ത് പ്രിൻ്റ് ചെയ്തത്? 12 ആണ്. അപ്പോൾ ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് 12-ലേക്ക്. ആരെയാണോ റീസെൻ്റ്ലി പ്രിൻ്റ് ചെയ്തത് അയാളുടെ അഡ്ജസൻറ്റ് നോട്ട്സിനെയാണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ആരൊക്കെയാണ് അഡ്ജസൻറ്റ് ഉള്ളത്? ഇവിടെ 8 ഉണ്ട്, 2 ഉണ്ട്. 2 പേര്, ഈ 8ഉം ഈ 2, ഇവരൊക്കെയാണ് 12-ൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ 8 ഓൾറെഡി വിസിറ്റഡ് ആണ്, നമുക്ക് ഇവിടെ സർക്കിൾ കാണുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും. 2 വിസിറ്റഡ് അല്ല. സോ നമ്മൾ ചെയ്യേണ്ടത് അൺവിസിറ്റഡ് ആയിട്ടുള്ള അഡ്ജസൻറ്റ് നോഡിനെ വിസിറ്റ് ചെയ്യുന്നു. വിസിറ്റ് ചെയ്തതാണ് സർക്കിൾ യൂസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ദെൻ എൻക്യൂ ചെയ്യുന്നു. ദെൻ നമ്മുടെ ക്യൂയുടെ ഫ്രണ്ടിൽ ഇപ്പോഴാരാണോ അയാളിനെ, ആ നോഡ് വാല്യൂവിനെ DQ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സോ ആരെയാണോ റീസെൻ്റ്ലി DQ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്, നെക്സ്റ്റ് നമ്മൾ ആ നോഡിലേക്ക് പോകുന്നു. അതിൻ്റെ അഡ്ജസൻറ്റ് നോഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ 0 ആണ് റീസെൻ്റ്ലി DQ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തത്. സോ 0-യുടെ അഡ്ജസൻറ്റ് നോഡ്സ് എന്ന് പറയുമ്പോഴേ ഗ്രാഫിൽ 9 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട്. 3 അഡ്ജസൻറ്റ് നോഡ്സ് ഉണ്ട്. അതിൽ 9 ഓൾറെഡി വിസിറ്റഡ് ആണ്, 7-ഉം 11-ഉം അൺവിസിറ്റഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഓർഡറിൽ? 11 ഫസ്റ്റ്, ദെൻ 7, അല്ലെങ്കിൽ 7 ഫസ്റ്റ്, നെക്സ്റ്റ് 11. നമുക്കൊരു പ്രോപ്പർ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാം? നിർബന്ധമില്ല, ബട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നമ്പേഴ്സിൻ്റെ അസെൻഡിങ് ഓർഡറിൽ ചെറിയതിനാദ്യം, പിന്നെ നെക്സ്റ്റ് വലുതിന് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ
സെവനെ വിസിറ്റ് ചെയ്തു, 11നെയും വിസിറ്റ് ചെയ്യണം. സോ ആദ്യം 7നെ വിസിറ്റ് ചെയ്ത് എൻ ക്യൂ ചെയ്യുന്നു, നെക്സ്റ്റ് 11നെ വിസിറ്റ് ചെയ്ത് എൻ ക്യൂ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോഴാരാണ് ക്യൂവിൽ ഫ്രണ്ടിലിരിക്കുന്നത്? 2. 7ഉം 11ഉം വരുന്നതിന് മുന്നേ നമുക്ക് 2 ഓൾറെഡി ഉണ്ട് ഫ്രണ്ടിൽ. സോ 2നെ നമ്മൾ ഫ്രണ്ട് പോയിന്റർ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഡി ക്യൂ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 2ൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം ഫ്രം ഗ്രാഫ്. 2ൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് ആരൊക്കെയാണ്? 12 ഉണ്ട്, 3 ഉണ്ട്. അതിൽ 12 ഓൾറെഡി വിസിറ്റഡ് ആണ്. വിസിറ്റഡ് ആയ ആൾക്കാരനെ നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, അവോയ്ഡ് ചെയ്യുക. 2ൻ്റെ അൺവിസിറ്റഡ് നോഡായിട്ട് ഗ്രാഫിലുള്ളത് 3 മാത്രമാണ്. സോ റിയർ എൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 3നെ ആദ്യം 3നെ വിസിറ്റ് ചെയ്യുന്നു, വിസിറ്റ് ചെയ്തപ്പോഴാണ് സർക്കിൾ വന്നത്. ദെൻ റിയർ എൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 3നെ ക്യൂലോട്ട് എൻ ക്യൂ ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ ക്യൂലോട്ട് നോക്കുക, ആരാണ് ക്യൂയുടെ ഫ്രണ്ടിലുള്ളത്? ഇപ്പോഴുള്ളത് 7 ആണ്. സോ ഡി ക്യൂ ചെയ്യാൻ വേണ്ടി ഏത് പോയിന്റർ യൂസ് ചെയ്യണം? ഫ്രണ്ട് പോയിന്റർ ഓഫ് ക്യൂ. ഫ്രണ്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, 7നെ ഡി ക്യൂ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. നെക്സ്റ്റ് ഫോക്കസ് നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഡിസ്പ്ലേ ചെയ്ത ഡി ക്യൂ ചെയ്ത് 7ലോട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേണ്ടത് 7ൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡിനെ ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ആരൊക്കെയാണ് 7ൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസ്? ഫ്രം ഗ്രാഫ് 3 ഉണ്ട്, വിസിറ്റഡ് ആണ്. 0 ഉണ്ട്, വിസിറ്റഡ് ആണ്. 11 ഉണ്ട്, ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ നമുക്ക് റിമൈനിങ് അൺവിസിറ്റഡ് ആയിട്ടുള്ള ആൾ ആരാണ്? 6 മാത്രമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 6നെ ആദ്യം വിസിറ്റ് ചെയ്യണം, ദെൻ റിയർ എൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്ത് ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യണം. ദെൻ നമ്മുടെ ക്യൂവിലോട്ട് വന്നിട്ട് ഇപ്പോൾ ക്യൂയുടെ ഫ്രണ്ടിൽ ആരാണെന്ന് നോക്കണം. ഇപ്പോൾ ക്യൂയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് 11 ആണ്. 11നെ ഡി ക്യൂ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റീസെൻ്റ്ലി നമ്മൾ ഡി ക്യൂ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തത് 11 ആണ്. സോ 11 എന്ന് പറഞ്ഞ നോഡിലോട്ട് ഫോക്കസ് ചെയ്യുക. 11ൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസ് ആരൊക്കെയാണ്? 11ൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസ് എന്ന് പറയുമ്പോൾ ഇവിടെ 0 ഉണ്ട്, ഓൾറെഡി വിസിറ്റഡ് ആണ്. 7 ഉണ്ട്, ഓൾറെഡി വിസിറ്റഡ് ആണ്. അൺവിസിറ്റഡ് ആയിട്ടുള്ള ഒരു നോഡും തന്നെ 11 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പുതിയതായിട്ട് ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. ജസ്റ്റ് 11നെ ഡിസ്പ്ലേ ചെയ്യുന്നു. നമുക്ക് ഈ ഒരു 11ൻ്റെ കേസ് ഡിസ്കാർഡ് ചെയ്യാം, കാരണം അൺവിസിറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്ജസൻറ്റ് നോഡും 11 ഇപ്പോഴും റിമെയിൻ ചെയ്യുന്നില്ല. സോ നമുക്ക് ജസ്റ്റ് 11നെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. സോ നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകാം. നെക്സ്റ്റ് ഐട്രേഷനിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ നോക്കേണ്ടത് വിസിറ്റ് ചെയ്യാനോ ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല 11ൻ്റെ അഡ്ജസൻ്റ് ആയിട്ട്. സോ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യൂവിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോഴാരാണ്? 3 ആണുള്ളത്. 3നെ ഫ്രണ്ട് പോയിന്റർ ഇൻക്രിമെൻറ്റ് ചെയ്ത് 3നെ പോയിന്റ് ചെയ്യുന്നു, ഡി ക്യൂ ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, എന്നിട്ട് 3യുടെ അഡ്ജസൻറ്റ് നോട്ട്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. 3ക്ക് 3 അഡ്ജസൻറ്റ് നോട്ട്സ് ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, അതിൽ 7ഉം 2ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്. ഇനി അൺവിസിറ്റഡ് ആയിട്ട് ഒരു നോഡ് ഇവിടെ ഉണ്ട്, 4 ഉണ്ട്, നമുക്ക് അൺവിസിറ്റഡ് ആണ്. സോ നമ്മുടെ ടാസ്ക് ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് സർക്കിൾ കൊടുത്തേക്കുന്നത്. ദെൻ റിയർ പോയിന്റർ ഇൻക്രിമെൻറ്റ് ചെയ്ത് 4നെ എൻ ക്യൂ ചെയ്യുന്നു. ദെൻ ക്യൂവിലോട്ട് വരുന്നു. ക്യൂയുടെ ടോപ്പിൽ ആരാണ്? ക്യൂയുടെ ഫ്രണ്ടിൽ ആരാണെന്ന് നോക്കുക. ക്യൂയുടെ ഫ്രണ്ടിൽ 6 ആണ്. സോ ഫ്രണ്ട് പോയിന്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, ഡി ക്യൂ ചെയ്യുന്നു, 6നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 6ലോട്ടാണ്. 6 എന്ന് പറയുന്ന നോഡ്, 6ന് 2 അഡ്ജസൻറ്റ് നോഡ്സ് ആണ് ഗ്രാഫിലുള്ളത്. 7 ഉണ്ട്, 5 ഉണ്ട്. അതിൽ 7 ഓൾറെഡി വിസിറ്റഡ് ആണ്, ജസ്റ്റ് ഡിസ്കാർഡ് ദ കേസ്. 5 ഉണ്ട്, 5 അൺവിസിറ്റഡ് ആണ്. സോ വിസിറ്റ് ദ നോഡ് ഫസ്റ്റ്, ദെൻ റിയർ എൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, 5നെ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം? ക്യൂലോട്ട് തിരിച്ചു വരുന്നു, ഫ്രണ്ട് എൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള 4 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഡി ക്യൂ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ഇനി 4ലോട്ട് തിരിച്ച് പോവുകയാണെങ്കിൽ 4ൽ നമുക്ക് അഡ്ജസൻറ്റ് നോട്ട്സ് ഉണ്ട്, പക്ഷേ അൺവിസിറ്റഡ് ആയിട്ട് ആരും തന്നെ ഇല്ല. സോ നെക്സ്റ്റ് കേസിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് കേസിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ഡയറക്റ്റ് ക്യൂവിൽ വരുന്നു. ക്യൂയുടെ ഫ്രണ്ടിൽ 5 ആയതുകൊണ്ട് 5നെ നമ്മൾ ഡി ക്യൂ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫ് നോട്ട്സും നമ്മൾ
ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെയാണ് മനസ്സിലായത്? നമ്മുടെ ക്യൂ കംപ്ലീറ്റ് എം ടി ആയിട്ടുണ്ട്. ക്യൂവിൽ ഇനി ഡി ക്യൂ ചെയ്യാൻ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ മീനിങ് എന്താ? നമ്മുടെ ഗ്രാഫിലുള്ള എല്ലാ നോഡ്സും നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഓഫ് BFS ട്രാവേഴ്സൽ. BFS ആണെങ്കിലും DFS ആണെങ്കിലും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂവിൻ്റെ ഓർഡർ മാറുന്നതിനനുസരിച്ച് മോർ ദാൻ വൺ കറക്റ്റ് ആൻസേഴ്സ്, കറക്റ്റ് BFS സീക്വൻസ് ജനറേറ്റ് ആവാം. നിങ്ങൾ ഏത് ഓർഡറിലാണോ വാല്യൂസിനെ അഡ്ജസൻറ്റ് നോഡ്സിനെ ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന സീക്വൻസും ഡിഫറെൻ്റ് ആവാം. സോ എപ്പോഴും ഒരു കറക്റ്റ് ആൻസർ മാത്രമേ ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റില്ല. മോർ ദാൻ വൺ റൈറ്റ് ആൻസേഴ്സ് വരാം. അത് BFSലും വരാം, DFSലും വരാം. സോ നമുക്ക് ഒരു കറക്റ്റ് ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇപ്പം ആൽഫബറ്റിൻ്റെ കേസിലുള്ള ഒരു ഡയഗ്രമാണ്, ഗ്രാഫാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ ABCD ആ ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക. അഡ്ജസൻറ്റ് നോഡ് ABCD എന്ന് പറഞ്ഞ ഓർഡർ വരണമെന്നില്ല, പക്ഷേ ആരാണോ ഫസ്റ്റ് വരുന്ന ആൽഫബറ്റ് അതിനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ ഡിജിറ്റിൻ്റെ കേസിലാണെങ്കിൽ ഉള്ള അഡ്ജസൻറ്റ് നോഡിൻ്റെ കൂട്ടത്തിൽ ചെറിയ വാല്യൂവിനെ ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പാറ്റേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് വിത്ത് എ പെർട്ടിക്കുലർ നോഡ്, നിങ്ങൾക്ക് നോഡ് വാല്യൂ സ്റ്റാർട്ടിംഗ് നോഡ് വാല്യൂ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആദ്യം തന്നെ കൊടുക്കുക. അസ്യൂം സ്റ്റാർട്ടിംഗ് നോഡ് ഇസ് ദിസ്. നിങ്ങളായിട്ട് തീരുമാനിക്കുക ഏത് നോഡിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കറക്റ്റ് എഴുതണം, ഏത് നോഡിൽ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ എഴുതി കാണിക്കാം. ഓക്കെ, സോ രണ്ട് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൻ്റെ അൽഗോരിതം എഴുതാൻ ചോദിക്കാം. അതുപോലെ ഇതുപോലൊരു ഗ്രാഫിനെ വരച്ചിട്ട് നിങ്ങളോട് ഇത് ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാനും പറയും. 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക. ഇത് സർക്കിൾ ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു അരയാണ്. അരയുടെ ഓരോ ഇൻഡെക്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാഫിലുള്ള ഓരോ നോഡാണ്. ഇൻഡെക്സ് 0 ഓഫ് വിസിറ്റഡ് അരേ എന്ന് പറഞ്ഞാൽ അത് 0th നോഡിന് വേണ്ടിയിട്ടുള്ള എൻട്രി ആയിരിക്കും. ഇൻഡെക്സ് 1 ഓഫ് വിസിറ്റഡ് അരേ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് 1 എന്ന് പറയുന്ന ഗ്രാഫ് നോഡിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഞാനിവിടെ ഒരു അരേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് എക്സാമ്പിളിൽ നമ്മൾ ഓരോ നോഡിനെയും വിസിറ്റ് ചെയ്യുമ്പോൾ സർക്കിൾ ചെയ്തല്ലോ, അതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു അരേ ഉണ്ടാക്കും. അരയിലെ ഓരോ ഇൻഡെക്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓരോ നോഡായിരിക്കും. ഇത് നമ്മുടെ നോഡ് വാല്യൂ ആൽഫബറ്റ് ആണെങ്കിലല്ല, നമ്മുടെ നോഡ് വാല്യൂ ഡിജിറ്റ് ആകുമ്പോഴാണ് ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വിസിറ്റഡ് അരേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഓരോ ഇൻഡെക്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാഫിലെ ഓരോ നോഡിനെ ആയിരിക്കും. നെക്സ്റ്റ് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ എൻട്രീസും വിസിറ്റഡ് അരയുടെ എല്ലാ എൻട്രീസിനെയും നമ്മൾ ക്ലിയർ ചെയ്യുകയാണ്, 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയും പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട വെർട്ടെക്സ് വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളൊരു ക്യൂ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്? സ്റ്റാർട്ട് വിത്ത് 1 എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1നെ വിസിറ്റ് ചെയ്യണം. നേരത്തെ കേസിലാണെങ്കിൽ സർക്കിൾ ചെയ്തു. ഇവിടെ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിസിറ്റഡ് അരേ ആയിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. സോ വിസിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിസിറ്റഡ് അരയിൽ 1 എന്ന് പറഞ്ഞ നോഡിൻ്റെ എൻട്രിയിൽ ഇപ്പോഴുള്ളത് 0 ആണെങ്കിൽ അതിനെ മാറ്റി 1 ആക്കണം. ഇവിടെ വാല്യൂ 1 വരികയാണെങ്കിൽ അതിൻ്റെ മീനിങ് ദറ്റ് നോഡ് ഈസ് ഓൾറെഡി വിസിറ്റഡ്. ഓക്കെ, സോ 1 ആക്കി. ദറ്റ് മീൻസ് നമ്മൾ 1 എന്ന് പറഞ്ഞാൽ ഗ്രാഫ് നോഡ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയൊക്കെ നേരത്തെ പോലെ തന്നെയാണ്. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഒരു നോഡിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂലോട്ട് എൻക്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് ടാസ്ക്, ക്യൂവിൽ ഇപ്പോൾ ഫ്രണ്ടിൽ ആരാണ്? ക്യൂവിൽ ഇപ്പോൾ ഫ്രണ്ടിലുള്ളത് നമ്മുടെ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാർട്ടിംഗ് നോഡ് 1 തന്നെയാണ്. അതിനെ DQ ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണം? നെക്സ്റ്റ് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും DQ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത 1ൻ്റെ അഡ്ജസൻറ്റ് നോഡിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ആരൊക്കെയാണ്? 2 ഉണ്ട്, 0 ഉണ്ട്. 2ൻ്റെയും 0ൻ്റെയും വിസിറ്റഡ് അരേ എൻട്രി നോക്കൂ. 2 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ, 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ, ഇത് രണ്ടുമാണ് നോഡ് 1നും നോഡ് 2നും വേണ്ടിയിട്ടുള്ള എൻട്രീസ്. ഇവിടെ രണ്ടും 0 ആണ്. ഓക്കെ, 1 അഡ്ജസൻറ്റ് നോഡ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, സോ 1ൻ്റെ 2 അഡ്ജസൻറ്റ് നോഡ്സ് എന്ന് പറഞ്ഞാൽ 0യും 2 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വിസിറ്റഡ് അരേ എൻട്രീസ് ഇപ്പോഴെന്താണ്? 0 ആണ്, 0 ആണ്.
ഇവിടെ 0 ആണ് വാല്യൂ വരുന്നെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ദീസ് 2 നോഡ്സ് ആർ നോട്ട് യെറ്റ് വിസിറ്റഡ്. ഇത് വിസിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിസിറ്റ് ചെയ്യാത്ത അഡ്ജസ്റ്റന്റ് നോഡ്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യണം. ഇവിടെ എങ്ങനെയാണ് വിസിറ്റ് ചെയ്തു എന്നും കാണിക്കുന്നത്? നോഡ് 0ന്റെ വിസിറ്റഡ് അറേ എൻട്രീനെ 0 മാറ്റി നമ്മൾ 1 ആക്കുന്നു. നോഡ് 2ന്റെ വിസിറ്റഡ് അറേ എൻട്രി 0 മാറ്റി 1 ആക്കുന്നു. ഓക്കെ, അടുത്ത ടാസ്ക് എന്താണ്? 0നെ നമ്മൾ ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. കണ്ടില്ലേ, ഞാൻ 2നെ ആദ്യം എൻ്റർ ചെയ്തില്ല, ഞാൻ അസെൻഡിങ് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്. സോ 1ന്റെ അഡ്ജസെൻ്റ് നോഡായിട്ട് വന്നിട്ടുള്ള 0യിലും 2യിലുള്ള ചെറിയ വാല്യൂവിനെ ഞാൻ ആദ്യം ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. 2 ഇൻസേർട്ട് ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു സീക്വൻസ് വരും. ഞാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരേ പാറ്റേണിലുള്ള റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. 1ന്റെ അഡ്ജസെൻ്റ് നോഡായിട്ടുള്ള 0യിലും 2യിലും ചെറിയ വാല്യൂ ആയിട്ടുള്ള 2നെ ആദ്യം എൻക്യൂ ചെയ്തു. അടുത്തത് എന്ത് ചെയ്യണം? ഇപ്പോഴും ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ളതിനെ 0നെയും 2നെയും ഞാൻ എൻക്യൂ ചെയ്തു. 0 ആദ്യം, പിന്നെ 2നെ എൻക്യൂ ചെയ്തു. നെക്സ്റ്റ് ടാസ്ക് എന്താണ്? എൻക്യൂ ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ക്യൂയുടെ ഫ്രണ്ടിൽ ആരാണ്? ഇപ്പോഴും 0 ആണ്. 0നെ DQ ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. 0നെ DQ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 0ന്റെ അഡ്ജസെൻ്റ് നോഡിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. 0ന് 2 അഡ്ജസെൻ്റ് നോഡാണുള്ളത്, 1 ഉണ്ട്, 2 ഉണ്ട്. സോ നമ്മൾ നേരെ എന്ത് വരണം? വിസിറ്റഡ് അറേയിൽ വരണം. 1ഉം 2ഉം എന്ന 2 അഡ്ജസെൻ്റ് നോഡ്സ് ഓഫ് 0, 1, 2. ഇതിൻ്റെ രണ്ടിൻ്റെയും എൻട്രി ഇപ്പോഴെന്താണ്? ഇതിപ്പോൾ ഓൾറെഡി 1 ആണ് ഇവിടെ ഉള്ളത്, 0 അല്ല. ദാറ്റ് മീൻസ് 1 and 2 ആർ ഓൾറെഡി വിസിറ്റഡ്. ഇത് രണ്ടും ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, 1നെ ഓൾറെഡി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, 2 ക്യൂവിലെത്തിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും തന്നെ ഈ കേസിൽ പുതിയതായിട്ട് ക്യൂലോട്ട് എൻക്യൂ ചെയ്യാനില്ല. 0യുടെ 2 അഡ്ജസെൻ്റ് നോഡും ഓൾറെഡി വിസിറ്റഡ് ആണ്. അത് നമ്മുടെ ഈ ഒരു അറേയിൽ നിന്ന് ക്ലിയർ ആണ്. 1ന്റെ എൻട്രിയും 1 ആയിട്ടുണ്ട്, 2ന്റെ എൻട്രിയും 1 ആയിട്ടുണ്ട്. സോ പുതിയതായിട്ട് ഒരു അൺവിസിറ്റഡ് നോഡും ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ടില്ല ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. ക്യൂയുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ആരാണുള്ളത്? 2 ആണ്. സോ 2നെ DQ ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ഫ്രണ്ട് എന്ന പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുന്നു, 2ലോട്ട് പോയിന്റ് ചെയ്യിപ്പിക്കുന്നു, 2നെ DQ ചെയ്യുന്നു, 2നെ ഡിസ്പ്ലേ ചെയ്യുന്നു. നെക്സ്റ്റ് ടാസ്ക് എന്താണ്? 2ന്റെ അഡ്ജസെൻ്റ് നോട്ട്സിനെയൊക്കെ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം. 2ന്റെ അഡ്ജസെൻ്റ് നോട്ട്സ് ആരൊക്കെയാണ്? 1 ഉണ്ട്, 0 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇത്രയും അഡ്ജസെൻ്റ് നോട്ട്സ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഓരോ എൻട്രീസും നോക്കുക. 2ന്റെ ഏറ്റവും ചെറിയ വാല്യൂ വന്നിരിക്കുന്ന നോഡ് ഏതാണ്? 0 ആണ്. സോ വിസിറ്റഡ് അറേയിൽ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വാല്യൂ 1 ആണ്. ദാറ്റ് മീൻസ് ദിസ് നോഡ് 0 ഈസ് ഓൾറെഡി വിസിറ്റഡ്. അടുത്തത് ഏതാണ്? 1. 0 കഴിഞ്ഞാൽ പിന്നെ ചെറിയ വാല്യൂ വന്നിരിക്കുന്നത് 1 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ 1 എന്ന് പറയുന്ന നോഡിനെ നോക്കുക, അത് വിസിറ്റഡ് ആണോ അൺവിസിറ്റഡ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? വിസിറ്റഡ് അറേയിൽ പോകുന്നു, 1 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ പോകുന്നു, അവിടെയുള്ള ഇപ്പോഴത്തെ വാല്യൂ 1 ആണ്. ദാറ്റ് മീൻസ് ദിസ് നോഡ് 1 ഈസ് അഗെയിൻ ഓൾറെഡി വിസിറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം? 2യുടെ അടുത്ത 2 അഡ്ജസെൻ്റ് നോഡാണ് 3ഉം 4ഉം. 3ലും 4ലും പോയി നോക്കുകയാണെങ്കിൽ 3ൽ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ വാല്യൂ ഇപ്പോഴും 0 ആണ്. വിസിറ്റഡ് അറേയിലെ 3 എന്ന് പറയുന്ന ഇൻഡെക്സ് ലൊക്കേഷനിൽ ഇപ്പോൾ വാല്യൂ 0 ആണ്. ദാറ്റ് മീൻസ് 3 എന്ന് പറഞ്ഞ നോഡ് ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. സോ നമുക്ക് വിസിറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വിസിറ്റഡ് അറേയിലെ 3 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലെ വാല്യൂ 0നെ മാറ്റി 1 ആക്കണം. ഓക്കെ, അതേപോലെ 4 എന്ന് പറയുന്ന നോഡിലും ഇതേ കാര്യം തന്നെയാണ് വരിക. അതിനെ നമ്മൾ എന്താക്കണം? 0 മാറ്റി 1 ആക്കണം. 1 ആഫ്റ്റർ അനദർ ആണ് ചെയ്യേണ്ടത്. 3യുടെ കേസ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് 4നെ മാറ്റേണ്ടത്. ഓക്കെ, സോ നമ്മൾ 1 ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? 3നെ എൻക്യൂ ചെയ്യുന്നു. ദെൻ ക്യൂയുടെ ഫ്രണ്ടിൽ ഇപ്പോഴാരാണ്? 3 ആണ്. സോ 3നെ, അത് കഴിഞ്ഞിട്ട് 4 ആണ്. ദെൻ ക്യൂയുടെ ഫ്രണ്ടിൽ ആരാണുള്ളത്? 3 ആണ്. 3നെ DQ ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. 4നെ DQ ചെയ്ത് 3നെ DQ ചെയ്ത് ഫ്രണ്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ദെൻ നമ്മൾ 3 എന്ന് പറയുന്ന നോഡിലോട്ട് തിരിച്ചു പോകണം. 3യുടെ അഡ്ജസെൻ്റ് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 4 ഉണ്ട്. ഈ വിസിറ്റഡ് അറേയുടെ 2യുടെയും 4ൻ്റെയും 3യുടെ അഡ്ജസെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. സോ 2ലോട്ട് പോകുന്നു. 2ൻ്റെ വിസിറ്റഡ് അറേയിൽ 2 ഇൻഡെക്സിൽ എന്താണ് ഇപ്പോൾ വാല്യൂ ഉള്ളത്? 1 ആണ്. അതിൻ്റെ മീനിങ് എന്താ? 2 എന്ന് പറഞ്ഞ നോഡ് ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ നമുക്ക് പുതിയതായിട്ട് ക്യൂലോട്ട് ഒന്നും
ഇൻസേർട്ട് ചെയ്യാനില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡി ക്യൂ ഓപ്പറേഷൻ ചെയ്യണം. ക്യൂയുടെ ഫ്രണ്ടിൽ ഇപ്പോഴാരാണോ അയാളെ ഡി ക്യൂ ഓപ്പറേഷൻ ചെയ്യണം, എന്നിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. എഗെയിൻ ഫോറിലോട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇപ്പോഴാരെയാണോ ഡിസ്പ്ലേ ചെയ്തത് ആ നോഡിലോട്ട് പോകുന്നു. 4. ഇതിന് എത്ര അഡ്ജസൻ്റ് ഉണ്ട്? ഇതിന് ഒറ്റ അഡ്ജസൻ്റേ ഉള്ളൂ, 2. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വിസിറ്റഡ് അറേയിൽ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് ലൊക്കേഷനിൽ പോകുന്നു. ഇവിടെ വാല്യൂ 1 ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? 2 എന്ന നോഡ് ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ നമുക്ക് പുതിയതായിട്ട് ആരെയും ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യാനില്ല. ഇനി നമ്മൾ തിരിച്ച് ക്യൂവിൽ വരുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക? ക്യൂ കംപ്ലീറ്റ്ലി എംപ്റ്റി ആയി. അതിൻ്റെ മീനിങ് എന്താ? ക്യൂ കംപ്ലീറ്റ്ലി എംപ്റ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മുടെ ഗ്രാഫിലുള്ള എല്ലാ നോഡിനെയും, പോസിബിൾ ആയിട്ടുള്ള എല്ലാ നോഡിനെയും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ഒരു പെർട്ടിക്കുലർ BFS ട്രാവേഴ്സൽ സീക്വൻസ് ഓഫ് ഗിവൺ ഗ്രാഫ്. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ്, ഈ വിസിറ്റഡ് അറേ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് പഠിക്കാനുള്ളത് അൽഗോരിതം ആണ്. സോ തിയറി എക്സാമിന് നമുക്ക് ഈ അൽഗോരിതം എഴുതിയാൽ മതിയാവും. ഗ്രാഫ് V, E. ഗ്രാഫ് തന്നിട്ടുണ്ട്. V എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് വെർട്ടിസസ്, E എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് എഡ്ജസ്. സ്റ്റാർട്ടിംഗ് വെർട്ടിസിനെ നമുക്ക് S എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം അൽഗോരിതത്തിൽ. ഓക്കെ, ക്രിയേറ്റ് ആൻ എംപ്റ്റി ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം? വിസിറ്റഡ് അറേ ക്രിയേറ്റ് ചെയ്യണം. അതിന് മിനിമം എത്ര എൻട്രീസ് ഉണ്ടായിരിക്കണം? എത്ര നോഡ്സ് നമ്മുടെ ഗ്രാഫിലുണ്ടോ അത്രയും ഇൻഡെക്സ് ലൊക്കേഷൻ അല്ലെങ്കിൽ അത്രയും ഡിഫറെൻറ്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിജർ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ എല്ലാ ഇൻഡെക്സ് ലൊക്കേഷനിലും വാല്യൂ 0 എന്ന് മാർക്ക് ചെയ്യുന്നു. അതാണ് മാർക്ക് ഓൾ വെർട്ടിസസ് ആസ് നോട്ട് വിസിറ്റഡ് എന്ന് പറയുന്നത്. ഈ ഒരു അറേയിലെ എല്ലാ എൻട്രിയും ഇനീഷ്യലി എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, മാർക്ക് ദ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എസ് ആസ് വിസിറ്റഡ്. ഇതിൻ്റെ മീനിങ് എന്താണ്? മാർക്ക് ദ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എസ് ആസ് വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എസ് എന്നാണ് അൽഗോരിതത്തിൽ ജനറലി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു എക്സാമ്പിൾ അത് 1 ആണ്. സോ 1 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ലൊക്കേഷനിൽ പോയിട്ട് ഇവിടെയുള്ള വാല്യൂ 0 മാറ്റി 1 കൊടുക്കുക. അതാണ് മാർക്ക് ദ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എസ് ആസ് വിസിറ്റഡ് എന്ന് പറയുന്ന ലോജിക്. വിസിറ്റഡ് അറേയിൽ എസ് എന്ന് പറയുന്ന എൻട്രിക്ക് നമ്മൾ വാല്യൂ എന്താക്കി സെറ്റ് ചെയ്യണം? 0 മാറ്റിയിട്ട് 1 ആക്കണം. അടുത്ത എന്താ വേണ്ടത്? ഇൻസേർട്ട് എസ് ഇൻ ടു ദ ക്യൂ. ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മാത്രം പോരാ, അടുത്ത സ്റ്റെപ്പായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ക്യൂവിൽ എൻക്യൂ ചെയ്യണം. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി റിപ്പീറ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? വൈൽ ദ ക്യൂ ഈസ് നോട്ട് എംപ്റ്റി, ക്യൂ എംപ്റ്റി ആവുന്നത് വരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത് റിമൂവ് ഫ്രണ്ട് വേർട്ടെക്സ് V ഫ്രം ദ ക്യൂ. നമ്മൾ ഫ്രണ്ടിലുള്ള ക്യൂയുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ആരാണോ ഉള്ളത് അയാളെ ഡി ക്യൂ ചെയ്യണം, എന്നിട്ട് പ്രിന്റ് ചെയ്യിക്കണം. ജനറലി ആ ഡി ക്യൂ ചെയ്യുന്ന ഫ്രണ്ടിലുള്ള വാല്യൂവിന് നമ്മളൊരു പേര് കൊടുത്തേക്കാണ്, സേ ഇറ്റ് ആസ് V. സോ V എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തല്ലോ. ക്യൂവിനെ നമുക്ക് ക്യൂ എന്ന് പേര് ചെയ്യാം. സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ്, നമ്മുടെ ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള വെർട്ടെക്സിനെ S എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ക്യൂവിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഓരോ പ്രാവശ്യവും ക്യൂയുടെ ഫ്രണ്ടിൽ വരുന്ന വാല്യൂവിനെ നമുക്ക് V എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യൂ എംപ്റ്റി ആവുന്നത് വരെ, ടിൽ ക്യൂ ഈസ് നോട്ട് എംപ്റ്റി, ഓരോ നോഡിനെയും ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡി ക്യൂ ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഒരെണ്ണം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു നെക്സ്റ്റ് ചെയ്യേണ്ടത്? വിയുടെ എല്ലാ അഡ്ജസൻറ്റ് വെർട്ടിസസിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അഡ്ജസൻറ്റ് വെർട്ടിസസ് ഓഫ് വിനെ നമുക്ക് W എന്ന് പറയാം ജനറലി. ഓക്കെ, ഇപ്പോൾ ഒരു കേസ് ഫസ്റ്റിൽ 1 വരുന്നു, 1നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. 1ൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസ് 1നെയാണ് ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡി ക്യൂ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തതിനെയാണ് ജനറലി V എന്ന് പറഞ്ഞത്. വിയുടെ അഡ്ജസൻറ്റ് വെർട്ടിസസ് ആയിട്ട് ഇവിടെ 2 ആൾക്കാരുണ്ട്, 0 ഉണ്ട്, 2 ഉണ്ട്. ഈ 0നെയും 2നെയുമാണ് നമ്മൾ W എന്ന് പറഞ്ഞ് ജനറലി ഈ അൽഗോരിതത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫോർ ഈച്ച് അഡ്ജസൻറ്റ് വെർട്ടിസസ് W ഓഫ് V നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? W ഈസ് നോട്ട് വിസിറ്റഡ്. W എന്ന് പറയുന്ന എൻട്രി വിസിറ്റഡ് അറേയിൽ പോയി ചെക്ക് ചെയ്യുക. അതിൻ്റെ വാല്യൂ 0 ആണോ 1 ആണോ നോക്കണം. നോട്ട് വിസിറ്റഡ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ വിസിറ്റഡ് അറേയിൽ W എന്ന് പറയുന്ന എൻട്രിയിൽ ഇപ്പോഴുള്ള വാല്യൂ 0 ആണെങ്കിൽ അപ്പോഴാണ് നോട്ട് വിസിറ്റഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0 മാറ്റിയിട്ട് 1 ആക്കണം വിസിറ്റഡ് അറേയിൽ. അതാണ് മാർക്ക് W ആസ് വിസിറ്റഡ്. ഓക്കെ, 1 ആക്കി മാറ്റുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻക്യൂ ഓപ്പറേഷൻ ചെയ്യണം. Wനെ നമ്മൾ ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യണം.
ഓക്കെ. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എത്ര വരെ? ക്യൂ എം ടി ആവുന്നത് വരെ. ക്യൂ എം ടി ചെയ്ത് എം ടി ആവുമ്പോൾ നമുക്ക് എന്തായിട്ടുണ്ടാവും? കംപ്ലീറ്റ് ഒരു കറക്റ്റ് BFS ട്രാവേഴ്സൽ റിസൾട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം നമ്മുടെ ടാസ്ക്, നമ്മുടെ ഈ പ്രോസസ്സ്. ഓക്കെ. സോ ഇതാണ് അൽഗോരിതം. എക്സാമിന്, തിയറി എക്സാമിന് എഴുതാൻ വേണ്ടി ഈ ഒരു എക്സാമ്പിളും അതുപോലെ ഈ ഒരു അൽഗോരിതമാണ് പഠിച്ചു വെക്കേണ്ടത്. ഇനി ലാബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ പ്രോഗ്രാം ആക്കി മാറ്റാം. അപ്പോൾ എന്താണ് ഗ്രാഫ്? നമുക്ക് ഓൾറെഡി അറിയാം അഡ്ജസൻസി മെട്രിക്സ്. സോ അഡ്ജസൻസി മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വിസിറ്റഡ് അറേ ക്യൂ ഉണ്ട്, നമ്മൾ ക്യൂ യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ടും റിയറും 2 പോയിന്റ് ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ -1. n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാഫിൽ എത്ര നോഡ് വേണമെന്ന് തീരുമാനിക്കാനാണ്. നമ്പർ ഓഫ് നോഡ്സ് ഇൻ എ ഗ്രാഫ്, അതാണ് n വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. NQ ഓപ്പറേഷൻ നമുക്കറിയാം. എന്തായിരുന്നു NQ? ക്യൂലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യാനാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ഫംഗ്ഷനാണ്, സെയിം ഫംഗ്ഷനാണ്. എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഇഫ് റിയർ ഈക്വൽ ടു മാക്സിമം -1, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത മാക്സിമം സൈസ് എത്തുന്നത് വരെ, മാക്സിമം സൈസ് എത്തിയിട്ടുണ്ടെങ്കിൽ 0 തൊട്ടാണ് ഇൻഡെക്സ് വരുന്നത്. അതുകൊണ്ടാണ് റിയർ ഈക്വൽ ടു മാക്സ് -1 എന്ന് കൊടുത്തത്. 5 എന്ന് പറഞ്ഞ് മാക്സ് സൈസ് 10 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 0 തൊട്ട് 9 വരെ ഇൻഡെക്സ് കിട്ടും. ടോട്ടൽ 10 ഇൻഡെക്സ് വാല്യൂസ്, 10 വാല്യൂസിന് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ റിയർ ഈക്വൽ ടു മാക്സ് -1, 9 വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓവർഫ്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രണ്ട് -1 ആണോ ചെക്ക് ചെയ്യണം. ഫ്രണ്ട് -1 ആണെങ്കിൽ ഫ്രണ്ടിന് 0 ആക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യൂ ഓഫ് പ്ലസ് റിയറിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാല്യൂ, ഏത് വാല്യൂ ആണോ എൻക്യൂ ചെയ്യേണ്ടത് അതിനെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി DQ ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു? DQ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫ്രണ്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ക്യൂവിൽ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ ക്യൂ എം ടി ആവാനുള്ള വേറെ ഒരു കേസ് എന്താ? ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആവണം. അതായത് ഫ്രണ്ട്, റിയർ എന്ന് പറഞ്ഞ പോയിന്റ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്, ഫ്രണ്ട് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യാനുള്ള പോയിന്റാണ്. ഫ്രണ്ട് ഇൻക്രിമെന്റ് ചെയ്ത് റിയറിന്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ, റിയറിന്റെ വാല്യൂവിനെക്കാളും വലുതാവുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഓൾറെഡി ക്യൂവിൽ ഇൻസേർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിമൂവ് ചെയ്യാൻ ക്യൂവിൽ ഒന്നും തന്നെ ബാക്കിയില്ല. അപ്പോൾ ഫ്രണ്ട് -1 ആണെങ്കിൽ ഇതുവരെ നമ്മൾ ക്യൂവിലൊന്നും ഇൻസേർട്ട് ചെയ്തിട്ടില്ല, ക്യൂ എം ടി ആണ്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണെങ്കിൽ എന്താണ് മീനിങ്? ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത വാല്യൂ ഒക്കെ നമ്മൾ DQ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും എക്സ്ട്രാ ഇല്ല ക്യൂവിൽ. സോ ഈ 2 കേസിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ എന്ത് ചെയ്യണം? റിട്ടേൺ -1 ചെയ്യാം. കാരണം നമുക്കൊന്നും DQ ചെയ്യാനില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഐറ്റം ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട് പ്ലസ് ഫ്രണ്ടിലുള്ള വാല്യൂവിനെ നമ്മൾ DQ ചെയ്തിട്ട് ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള വാല്യൂവിനെ ഐറ്റം എന്ന് പറഞ്ഞ വാല്യൂബിളിൽ ഗെറ്റ് ചെയ്യുന്നു, അതിന് റിട്ടേൺ ചെയ്യിക്കണം. ക്യൂ എം ടി ആണെങ്കിൽ -1 റിട്ടേൺ ചെയ്യിക്കണം. ക്യൂവിൽ എലമെൻ്റ് ഉണ്ടെങ്കിൽ ഫ്രണ്ടിലുള്ള ക്യൂ വാല്യൂവിനെ നമ്മൾ റിട്ടേൺ ചെയ്യിക്കണം. അതാണ് DQ ഓപ്പറേഷൻ. ഇനി BFSൽ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട നോഡിനെ വേണം നമ്മളിവിടെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്ത് കൊടുക്കാൻ. NQ ഓഫ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോഡിനെ ഇൻസേർട്ട് ആവും. എന്നിട്ട് എന്ത് ചെയ്യണം? വിസിറ്റഡ് ഓഫ് സ്റ്റാർട്ട് ഈക്വൽ ടു 1. അതിൻ്റെ വിസിറ്റഡ് അറേയിലെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ലൊക്കേഷനിൽ വാല്യൂ 0 മാറ്റി 1 ആക്കണം. അടുത്ത് എന്താണ്? വൈൽ ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ. അതായത് ഫ്രണ്ട് റിയർ എത്തുന്നത് വരെ, അതായത് ലാസ്റ്റ് ക്യൂവിലെ ലാസ്റ്റ് എലമെൻറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യണം? DQ ചെയ്യണം. നമുക്കറിയാം DQ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഒരു നോഡ് എന്ന് പറഞ്ഞ ഇൻഡിജർ വാരിയബിളിലോട്ട് DQ ചെയ്ത വാല്യൂവിനെ ഗെറ്റ് ചെയ്യുന്നു, അതിനെ പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താണ് വേണ്ടത്? പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോഡിൻ്റെ അഡ്ജസൻറ്റ് നോഡ് കണ്ടുപിടിക്കണം. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുള്ളൂ. ഇവിടെ എന്താ ചെയ്തത്? I ഈക്വൽ ടു 0, I ലെസ് ദാൻ n, I++. ഗ്രാഫ് ഓഫ് നോഡ് ഓഫ് I, 2 ഇൻഡെക്സ് ആണ് നോഡ് I. ഈക്വൽ ടു 1 ആണോ നോക്കണം. ആൻഡ് വിസിറ്റഡ് ഓഫ് I ഈക്വൽ ടു 0 ആണോ നോക്കണം. ഇതാണ് നമ്മുടെ അഡ്ജസൻസി മെട്രിക്സ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നതും അഡ്ജസൻസി മെട്രിക്സ് ഫോമിലാണ് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ. സപ്പോസ് n ഈക്വൽ ടു 4, 4 നോഡുള്ള ഒരു ഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും: 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ്. ഓക്കെ, ഇങ്ങനെ വരും.
അടുത്ത എന്താണ്? 0th row, 1st row, 2nd row, 3rd row. ഇങ്ങനെ വരും. ഓക്കെ, നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത് ഈ പ്രോഗ്രാമിൽ ഇങ്ങനെയാണ്. 0 1 1 0 ഇങ്ങനെ കൊടുക്കുകയാണ്. ഇതിന്റെ മീനിങ് എന്താണ്? 0 0 എന്ന് പറഞ്ഞ നോഡിന്റെ ഇടയിൽ എഡ്ജ് ഇല്ല. അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ പഠിച്ചതാണ്. 0th റോയിൽ 0യും 1ഉം തമ്മിലുള്ള നോഡിന്റെ ഇടയ്ക്ക് എഡ്ജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ 1 വന്നിരിക്കുന്നത്. 0 and 2 എഗെയിൻ 0യും 2ഉം കണക്ട് ചെയ്യുന്ന എഡ്ജ് ഉണ്ട്. 0യും 3ഉം കണക്ട് ചെയ്യുന്ന എഡ്ജ് ഇല്ല. സോ ഇങ്ങനെയാണ് നമ്മുടെ അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നത് അഡ്ജസൻസി മെട്രിക്സ് ആയിട്ട്. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത്? ഗ്രാഫ് ഓഫ് നോഡ് ഓഫ് ഐ. നോഡ് എന്നാണ് റോ ഇൻഡെക്സ്, ഐ എന്നാണ് കോളം ഇൻഡെക്സ്. ഐ എങ്ങനെയാണ് മാറുന്നത്? ഐ ഫ്രം 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. ഈ ഒരു കേസിലാണെങ്കിൽ ഐ ഫ്രം 0, ഐ ലെസ് ദാൻ 4, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഗ്രാഫ് ഓഫ് നോഡ് ആൻഡ് ഐ. അപ്പോൾ ഇവിടെ എന്താ വാല്യൂ വരിക? നമ്മൾ DQ ചെയ്തിട്ടുള്ള നോഡ് വാല്യൂ, അതാണ് ഫസ്റ്റ് ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇൻഡെക്സ് എന്താ? 0 തൊട്ട് 4 വരെയുള്ള ഓരോന്നും. അപ്പോൾ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇപ്പോഴേതാണോ DQ ചെയ്തിരിക്കുന്നത് ആ വാല്യൂവിൻ്റെ റോയിലോട്ട് പോകുന്നു, അതിലുള്ള ഓരോ കോളം എൻട്രീസും. ഇപ്പോൾ സപ്പോസ് നമ്മൾ സ്റ്റാർട്ട് വിത്ത് 1 ആണ് പ്രീവിയസ് എക്സാമ്പിളിൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ DQ ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? ഫസ്റ്റ് വന്നിരിക്കുന്നത് 1 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 1ഉം ഇവിടെ ഐയും. സോ നമ്മൾ എന്ത് ചെയ്യണം? 1 എന്ന് പറയുന്ന റോയിലോട്ട് പോകുന്നു. ദെൻ ഐ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആദ്യം ഗ്രാഫ് എന്ന് പറയുന്ന കേസിൽ ഗ്രാഫ് 1 0യിൽ പോകണം. ഇത് ഓക്കെ, ഇതെന്താണ്? ഇവിടെ എന്താണ്? 1 ഉണ്ട്. 1 ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? 0യും 1ഉം 0ൻ്റെ ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടെന്നല്ലേ? ഓക്കെ, 1ഉം 0ൻ്റെ ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? എഡ്ജ് ഉണ്ട്. എഡ്ജസെൻ്റ് ആയിട്ടൊരു നോഡ് ഉണ്ടെന്നാണ് അർത്ഥം. ആ നോഡ് ഏതായിരിക്കും? ഈ ഒരു കേസിൽ 1ഉം 0 ആണല്ലോ. നമ്മളിപ്പോൾ DQ ചെയ്തിരിക്കുന്ന വാല്യൂ 1 ആണ്. നോഡ് എന്ന് പറഞ്ഞ ഈ പാരാമീറ്ററിലുള്ള വാല്യൂ 1 ആണ്. ഓക്കെ, ഫസ്റ്റ് ഈ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? 0. ഓക്കെ, സോ നോക്കുക, 1 എന്ന് പറയുന്ന റോയിൽ 0 എന്ന് പറയുന്ന കോളം പൊസിഷനിൽ വാല്യൂ 1 ആണ്. ഓക്കെ, 1 ആണ്. ദാറ്റ് മീൻസ് ഒരു എഡ്ജ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? വിസിറ്റഡ് ഓഫ് ഐ ഈക്വൽ ടു 0. നമ്മുടെ വിസിറ്റഡ് എന്ന് പറയുന്ന പ്രീവിയസ് കേസിൽ കാണിച്ചിട്ട് അരയുടെ എൻട്രി ഇപ്പോഴും 0 ആണോ എന്ന് നോക്കണം. ഐയുടെ വാല്യൂ ഇപ്പോഴെന്താണ്? 0 ആണ്. സോ വിസിറ്റഡ് ഓഫ് 0 ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കണം. അഡ്ജസെൻ്റ് ഒരു നോഡ് ഉണ്ട്. ആ നോഡ് ഏതാണ്? 0 ആണ്. 1ൻ്റെ അഡ്ജസെൻ്റ് ഏതാണ്? 0. അതുകൊണ്ടാണ് ഇവിടെ 1 വന്നിരിക്കുന്നത്. ഓക്കെ, ആ 0യുടെ വിസിറ്റഡ് അറയിൽ എൻട്രി 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ആ നോഡ് ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല, ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടില്ല എന്നല്ലേ? സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 0 എന്ന് പറയുന്ന ഈ ഐയുടെ വാല്യൂ ഇപ്പോഴെന്താണ്? 0. അതിനെ നമ്മൾ ക്യൂലോട്ട് എൻക്യൂ ചെയ്യണം. അതുപോലെ വിസിറ്റഡ് ഓഫ് ഐ, വിസിറ്റഡ് അറയിലെ ആ ഒരു എൻട്രീനെ നമ്മൾ 0 എന്ന് മാറ്റി എന്താക്കണം? 1 ആക്കണം. ഇതാണ് ഇതിലെ മെയിൻ സ്റ്റെപ്പ്. ഇനി ഐ ഈക്വൽ ടു ഇൻക്രിമെൻ്റ് ചെയ്ത് 1 ആകുമ്പോഴെന്താ വരിക? ഗ്രാഫ് ഓഫ് ഈ വാല്യൂവിൽ ചേഞ്ച് ഒന്നുമില്ല. നെക്സ്റ്റ് വാല്യൂ എന്താവും? 1 ആവും. ഓക്കെ, ഐ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് 0 എന്ന് 1 ആകുമ്പോഴാണ് പറയുന്നത്. ഓക്കെ, 1 എവിടെയാണ് പോകേണ്ടത്? ഗ്രാഫ് ഓഫ് 1 എന്ന് പറയുന്ന റോയിൽ 1 എന്ന് പറയുന്ന കോളം പൊസിഷൻ. ഇവിടെ എന്താ ഉള്ളത്? 0 ആണ്. ഈ കണ്ടീഷൻ തന്നെ തെറ്റി. അതിൻ്റെ അർത്ഥം എന്താ? 1ഉം 1ൻ്റെ ഇടയ്ക്ക് എഡ്ജ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഈ പോർഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഐ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഐ എന്താവും? ഐ 2 ആവും. ഐ 2 ആണ്. 2 ലെസ് ദാൻ 4 ആണ്.
സോ വീണ്ടും ഗ്രാഫ് ഓഫ് 1 ടു 1ൽ 2 എന്ന് പറയുന്ന കോളം പൊസിഷൻ ഇന്റർസെക്ട് ചെയ്യുന്ന വാല്യൂ എന്താ 1 ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ വേഗം നമ്മൾ എന്ത് ചെയ്യണം, വിസിറ്റഡ് അറേയുടെ 2 എന്ന് പറയുന്ന പൊസിഷൻ വിസിറ്റഡ് ഓഫ് ഐ, ഇപ്പോൾ ഐ വാല്യൂ 2 ആണ്. സോ വിസിറ്റഡ് ഓഫ് 2 0 ആണോ നോക്കുക. വിസിറ്റഡ് ഓഫ് 2 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വിസിറ്റഡ് ഓഫ് 2 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, 2 എന്ന് പറഞ്ഞ നോഡ് ഇതുവരെ നമ്മൾ ക്യൂലോട്ട് എൻക്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2നെ എൻക്യൂ ചെയ്യുന്നു, വിസിറ്റഡ് ഓഫ് 2നെ 1 ആക്കി മാറ്റുന്നു. അത് ഓൾറെഡി വിസിറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി 0 മാറ്റി 1 ആക്കുന്നു. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഇനി അടുത്തത് എന്താണ്, ഐ മാറി, ഐ ഒന്നും കൂടി ഇൻക്രിമെൻ്റ് ചെയ്ത് 3 ആയി, 3 ലെസ് ദാൻ 4. അപ്പോൾ നമ്മൾ എന്താവും, ഗ്രാഫ് ഓഫ് 1 3 ഐ ഇൻക്രിമെൻ്റ് ചെയ്ത് 2 എന്താവും 3 ലെസ് ദാൻ 4 ആണ്, എന്താവും 1 3. അപ്പോൾ 1 എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ റോയിൽ 3 കോളം ഇൻ്റർസെക്ട് ചെയ്യുന്ന ഇവിടെ വാല്യൂ 0 ആണ്. സോ ഇത് തെറ്റി. അതിൻ്റെ അടുത്ത് എന്താ, 1ഉം 3ൻ്റെ ഇടയ്ക്ക് എഡ്ജില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, ഈ 2 സ്റ്റെപ്പും എക്സിക്യൂട്ട് ചെയ്യേണ്ട. എഡ്ജില്ല, എഡ്ജസെൻ്റ് അല്ല അത്. 3 നമ്മുടെ 1 എന്ന് പറയുന്ന നോഡിൻ്റെ എഡ്ജസെൻ്റ് അല്ല എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ എന്താവും, ഐ ഈക്വൽ ടു 4 ആവും. 4 ലെസ് ദാൻ 4 ആണോ, അല്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യും, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, സോ ഇതാണ് BFS അൽഗോരിതം. ഓക്കെ, NQ ഓപ്പറേഷൻ വേണം, NQ ഫംഗ്ഷൻ വേണം, DQ ഫംഗ്ഷൻ വേണം, BFS എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേണം. ഇനി ഇതിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ടോട്ടൽ എത്ര ഗ്രാഫിൽ എത്ര നോഡ് വേണമെന്ന് റീഡ് ചെയ്തെടുക്കണം. ദെൻ നമ്മൾ അഡ്ജസൻസി മെട്രിക്സ്, ഈ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട്, ഗ്രാഫ് വരച്ചിട്ടല്ല ഇൻപുട്ട് കൊടുക്കുക, ഈ അഡ്ജസൻസി മെട്രിക്സ് ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതിനാണ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. അഡ്ജസൻസി മെട്രിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അത് എപ്പോഴും സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്, ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ n, ജെ പ്ലസ് പ്ലസ്, സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി ആംപർസൻഡ് ഗ്രാഫ് ഓഫ് ഐ ജെ. ഓക്കെ, നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും സെയിം ആയിരിക്കും. എത്ര നോഡുണ്ടോ അത്ര നമ്പർ ഓഫ് റോയും അത്ര നമ്പർ ഓഫ് കോളവും തന്നെയായിരിക്കും. അഡ്ജസൻസി മെട്രിക്സ് ഇതുപോലെ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അത് സ്റ്റാർട്ടിൽ വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, വിസിറ്റഡ് അറേയുടെ നമ്മൾ മുന്നേ ചെയ്ത കാര്യം എന്താ, ഈ എൻട്രി ഇനീഷ്യലൈസ് ചെയ്യണം. എന്താ, എപ്പോഴും ഇനീഷ്യൽ അത് ഫുൾ 0 ആയിരിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു ലൂപ്പ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ് യൂസ് ചെയ്തിട്ട് വിസിറ്റഡ് ഓഫ് ഐ ഈക്വൽ ടു 0 ഓരോ എൻട്രിയും 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, BFS ഓഫ് സ്റ്റാർട്ട്, ഏത് നോഡ് വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് റീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. BFS ഓഫ് സ്റ്റാർട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് അത് റൺ ചെയ്ത് വരും. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സെയിം കോഡാണ് ഞാനിവിടെ കോപ്പി ചെയ്തിട്ടിരിക്കുന്നത്. ഗ്രാഫ് എന്ന് പറഞ്ഞ മെട്രിക്സ്, വിസിറ്റഡ് എന്ന് പറഞ്ഞ 1 ഡയമെൻഷൻ അറേ, ക്യൂ ഉണ്ട്, ഫ്രണ്ട് ആൻഡ് റിയർ പോയിന്റർ ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ -1, n ഉണ്ട്, ദെൻ NQ ഫംഗ്ഷൻ. NQയിൽ നമ്മൾ NQ ചെയ്യേണ്ട വാല്യൂവിനെ പാരാമീറ്ററായി പാസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, അല്ലാതെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് റീഡ് ചെയ്തെടുക്കുകയല്ല. ദെൻ DQ ഉണ്ട്. DQ ക്യൂ empty ആണെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. ക്യൂ empty അല്ലെങ്കിൽ ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ളതിനെ എടുത്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്നിട്ട് ഫ്രണ്ട് പോയിന്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുകയും വേണം. ആദ്യം ഫ്രണ്ടിലുള്ളതിനെ എടുത്തു കഴിഞ്ഞിട്ട് വേണം ഫ്രണ്ട് പോയിന്റർ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ. അല്ലാതെ പ്ലസ് പ്ലസ് ഫ്രണ്ട് എന്ന് കൊടുക്കരുത്. ഫ്രണ്ടിലുള്ളത് ഐറ്റമിലോട്ട് എടുത്തതിന് ശേഷം വേണം ഫ്രണ്ട് പോയിന്റർ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ക്യൂ ഓഫ് ഫ്രണ്ട് പ്ലസ് പ്ലസ് കൊടുത്തേക്കുന്നത്. പിന്നെ BFS ഓഫ് സ്റ്റാർട്ട്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഏത് നോഡിനാണോ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് ആ വാല്യൂ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കണം. സെയിം മെയിനിൽ നമ്മൾ നമ്പർ ഓഫ് വെർട്ടെക്സ് റീഡ് ചെയ്തെടുക്കുന്നുണ്ട്, അഡ്ജസൻസി മെട്രിക്സ് സെറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് വെർട്ടെക്സ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വിസിറ്റഡ് അറേ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് BFS ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്പർ ഓഫ് വെർട്ടിസസ് ഞാൻ 4 കൊടുക്കുകയാണ്. അഡ്ജസൻസി മെട്രിക്സ് ആണ്. ഞാൻ 0 0 എന്ന് പറയുന്ന എൻട്രിയിൽ ഞാൻ 0 കൊടുക്കുകയാണ്. 0 1ൽ ഞാൻ 1 കൊടുക്കുകയാണ്. 0 2ലും 1 കൊടുക്കുകയാണ്.
03-ൽ ഞാൻ 0 കൊടുക്കുകയാണ്. അടുത്ത റോ എന്ന് പറയുന്നത് 10. 10-ൽ 1 കൊടുക്കുകയാണ്. ബിക്കോസ് ഇവിടെ 1 ഉള്ളത് കൊണ്ട് ഇത് 01 എൻട്രിയാണ്. അപ്പോൾ ഞാൻ 10-ലും 1 കൊടുക്കുകയാണ്. 12-ലും കൊടുക്കുന്നില്ല, സോറി 1-ൽ 0 കൊടുക്കുകയാണ്. 12-ൽ 1 കൊടുക്കുകയാണ്. 13 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഞാൻ 1 കൊടുക്കുക. അടുത്തത് 20, ഞാൻ 0 കൊടുക്കുകയാണ്. 21-ൽ 1 കൊടുക്കുകയാണ്. 22-ൽ ഞാൻ ലൂപ്പില്ല, അതുകൊണ്ട് 22-ൽ 0 കൊടുക്കുകയാണ്. 23-ലും 1 കൊടുക്കുകയാണ്. അടുത്തത് 30-ൽ 1 കൊടുക്കുകയാണ്. 31-ൽ 1 കൊടുക്കുകയാണ്. 32-ൽ 1 കൊടുക്കുകയാണ്. 33-ൽ 0 കൊടുക്കുകയാണ്. ഓക്കെ, സോ അടുത്തത് സ്റ്റാർട്ട് വെർട്ടെക്സ്. നമുക്ക് ഏത് വെർട്ടെക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1 എന്ന് പറയുന്ന വെർട്ടെക്സിലാണ്. ഓക്കെ, ഇത് ഏതാണ് 1? വെർട്ടെക്സ് ഏതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? അഡ്ജസൻസി മെട്രിക്സിന്റെ അഡ്ജസൻസി മെട്രിക്സ് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു പോയി. ഓക്കെ, നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, നമ്മൾ നേരത്തെ അഡ്ജസൻസി മെട്രിക്സ് വരച്ചായിരുന്നു. 1 2 3 4 1 0 1 2 3 0 1 2 3. ഓക്കെ, സോ ഈ വാല്യൂ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഡിഫറെൻറ്റ് നോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്, നോഡ് വാല്യൂ ആയിട്ട്. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രീവിയസ് കേസിലാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് വെർട്ടെക്സ് 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു ഇൻഡെക്സ് റോ വാല്യൂ. ഓക്കെ, ഈ 1-ൻ്റെ അകത്ത് നമുക്ക് എങ്ങോട്ടൊക്കെ പോകാം? 1 0 1 1 1 2 1 3. സോ നമ്മളെപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ 0th റോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ഈക്വൽ ടു 0 എന്നാണ് ഇൻപുട്ട് ചെയ്യുന്നത്. പ്രോഗ്രാം റൺ ചെയ്യുമ്പം സ്റ്റാർട്ട് ഈക്വൽ ടു 0 എന്നാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. 0 0 0 1 0 2 0 3 ആയിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് വെർട്ടെക്സ് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എവിടെ നിന്നായിരിക്കും, ഏത് റോയിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക? ഇവിടുന്ന് അഡ്ജസൻസി മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി നോഡുകൾ കണ്ടുപിടിക്കുക ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് വെർട്ടെക്സ് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ അഡ്ജസൻസി മെട്രിക്സിൻ്റെ 2 എന്ന് പറയുന്ന റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാ നോഡിനെയും എക്സ്പ്ലോർ ചെയ്യും. സ്റ്റാർട്ട് വെർട്ടെക്സ് 3 ആണ് കൊടുക്കുന്നതെങ്കിൽ 3 എന്ന് പറയുന്ന റോന്ന് 3 0 3 1 2 3 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അടുത്തതിലോട്ട് പോകും, അങ്ങനെ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്ജസൻസി മെട്രിക്സിലെ ഏത് റോയിൽ നിന്നാണ് നിങ്ങളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. സ്റ്റാർട്ട് വെർട്ടെക്സ് 1 കൊടുത്താൽ 1 എന്ന് പറയുന്ന റോയിൽ പോയിട്ട് അതിലെ ബാക്കി എല്ലാ നോഡ്സിനെയും ചെക്ക് ചെയ്യും. സ്റ്റാർട്ട് വെർട്ടെക്സ് 0 എന്ന് കൊടുത്താൽ അഡ്ജസൻസി മെട്രിക്സിലെ 0th റോയിൽ പോയിട്ട് ബാക്കി എല്ലാ നോഡിനെയും കണ്ടുപിടിക്കാൻ നോക്കും. സ്റ്റാർട്ട് വെർട്ടെക്സ് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ അഡ്ജസൻസി മെട്രിക്സിലെ 2 എന്ന് പറയുന്ന റോന്ന് ബാക്കി എല്ലാവരെയും എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ പ്രൊസീജിയർ. സോ നമ്മൾ എൻ്റെ ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അഡ്ജസൻസി മെട്രിക്സിലെ 1 എന്ന് പറയുന്ന റോയിലെ ബേസ് ചെയ്തിട്ട് ബാക്കി എല്ലാ നോഡുകളെയും എക്സ്പ്ലോർ ചെയ്യാനാണ് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കണ്ടോ 1, അത് കഴിഞ്ഞിട്ട് 0 0 കഴിഞ്ഞ് 2 3 ഇങ്ങനെ വരും. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഇത് മാറ്റി റൺ ചെയ്തിട്ട് 0-ൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 4 വെർട്ടിസസ് ഞാൻ റാൻഡമായിട്ട് ഒരു വാല്യൂ 2 കൊടുക്കാൻ പറ്റില്ല. അഡ്ജസൻസി മെട്രിക്സിൽ 2 എന്ന് പറയുന്ന വാല്യൂ വരാൻ പാടില്ല, 0 or 1 മാത്രമേ വരാൻ പാടുള്ളൂ. 4 0 1 1 0 1 0 0 1 1 1 0 0 1 1 0 0. ഞാൻ റാൻഡമായിട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഞാൻ 0 കൊടുക്കുകയാണ്. ഓക്കെ, സോ കണ്ടില്ലേ 0-ലാണെങ്കിൽ ആദ്യം വരുന്നത് 0 ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ നോഡുകളെയും എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ BFS അൽഗോരിതം, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ.